ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ അഭിയാണെങ്കിലോ തൻ്റെ പ്ലാനിങ് എല്ലാം ചീറ്റിപ്പോയി. അത് വിവേകിനോട് ചെന്ന് പറയുന്നുണ്ട്. വിവേകേട്ടാ, ഇത് നടക്കും തോന്നില്ല, കാരണം ഞാൻ ചെയ്തിട്ടുള്ള പ്ലാനിങ് ചീറ്റിപ്പോയത് എന്താ അഭി പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ചീറ്റിപ്പോയ സ്ഥിതിക്ക് അത് വിവേകേട്ടന് അറിയേണ്ട ആവശ്യമുണ്ടോ? ഇത് എന്തായാലും എന്നോട് പറ, കാരണം മമ്മിയുടെ മുഖത്ത് എനിക്ക് നോക്കാൻ പോലും പറ്റില്ല. അതായത് ആ വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ ആ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്ന ആ വിവേകേട്ടനും വർഷം കൂടി ഒരുമിച്ച് നിന്നിട്ടുള്ള ഫോട്ടോ എടുത്തുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ നേരിട്ട് കാണിച്ചു കൊടുത്തു. എൻ്റെ ദൈവമേ, എന്താ അഭി കാണിച്ചത്? ഇനി മമ്മിയുടെ മുഖത്ത് എനിക്ക് നോക്കാൻ പോലും പറ്റില്ലല്ലോ. ഞാനത് വിവേകേട്ടൻ്റെയും വർഷയുടെയും വിവാഹം പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഒരു സൂത്രം ഒപ്പിച്ചതാണ്. ഇതിപ്പോൾ എന്തായി? ഇപ്പോൾ വളരെ മോശമായില്ല ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ. അഭി, കുറിച്ച് ഞാൻ എങ്ങനെ വിചാരിച്ചില്ല എന്ന് പറയുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വിവേകേട്ടൻ ബാക്കിയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അല്ലെങ്കിൽ വിവേകേട്ടൻ്റെ മനസ്സിൽ ഇനി ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് തുറന്ന് പറ, എന്നാൽ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലാതെ വഴിയൊന്നുമില്ല പറഞ്ഞിട്ട് നമ്മുടെ അഭി അങ്ങോട്ട് പോകുന്നു കേട്ടോ. ഈ അഭിക്ക് എന്താ ഞങ്ങളുടെ വിവാഹം നടത്താൻ ഇത്രയും പ്രപ്രാളം കാണിക്കുന്നത് എന്ന രീതിയിൽ വിവേകം ചിന്തിക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിലും അഭി ആണെങ്കിലും ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് വാതിലൊക്കെ അടച്ചിറക്കുന്നു. മല്ലികാക്കി ഓടി വരുന്നു കേട്ടോ. അഭി പാപ്പ, ആ ക്ലിപ്സ് എനിക്ക് കൂടി കാണിച്ചു തരുമെന്ന് ചോദിക്കുന്നു. ഏത് ക്ലിപ്സിൻ്റെ കാര്യമാണ് പറയുന്നത്? അല്ല, മേഡത്തിന് കാണിച്ചു കൊടുത്തില്ലേ? അത് തന്നെ എനിക്കും കാണുന്നുണ്ട്. എങ്ങനെയാണ് വിവേക് സാറും വർഷപാപ്പവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാനാ? അത് നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ കാണിച്ചു തരില്ല, കാരണം നിങ്ങൾ ഇവിടുത്തെ ഒരു പാരയാണെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ കാരണമുള്ളൂ എന്ന് പറയുന്നു. അഭിപ്പാപ്പ, എനിക്ക് എന്തെങ്കിലും കാണിച്ചു താനല്ലേ, നിങ്ങളാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരോടും പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇനി ഒരു സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല, മര്യാദയ്ക്ക് പൊക്കാളാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ മല്ലികാക്കയാണെങ്കിലോ അന്ന് അമ്പലത്തിൽ, അതായത് വർഷ കണ്ടിട്ടുള്ള ആ ചേച്ചി ഉണ്ടല്ലോ, അവർ രണ്ടുപേരും കൂടി പരദോഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെ ആ ഒരു വക്കീൽ മേഡം എവിടെ? അവൾ എന്നോട് കയർത്ത് സംസാരിച്ചു. ആ വർഷ പെണ്ണ് ഒരു പാവാണെന്ന് തോന്നുന്നു. വർഷ അങ്ങനെ പാവമൊന്നുമല്ല എന്ന് മല്ലികാക്കും പറയുന്നുണ്ട്. കാരണം അത് വിവേക് സാറിനെ കറക്കിയെടുത്തു. ഇപ്പോൾ അവളാണ് എന്തൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ അവരുടേതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ നീ നമ്മുടെ ഗ്രൂപ്പിൽ എന്താ ഇടാത്തതെന്ന് പറയുമ്പോൾ അത് കിട്ടിയിട്ടില്ല എൻ്റെ കയ്യിൽ. എന്തായാലും 1-2 ദിവസത്തിനകം അത് കിട്ടുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അത് വീഡിയോ ഇടണമെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് അതെല്ലാം തന്നെ അഭി അവിടെ കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഞാൻ വീഡിയോ നല്ലോണം തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. വന്നല്ലോ അഭി, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ ഞാൻ കേസ് എടുക്കുമെന്ന് പറയുന്നുണ്ട്. ഞങ്ങളെന്ത് തെറ്റാ ചെയ്തത്? നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നതാണോ ഇത്ര വലിയ തെറ്റ്? അത് ഞങ്ങൾ പറയുന്നതാണോ വലിയ തെറ്റെന്ന രീതിയിൽ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരാളുടെ ജീവിതത്തിൽ പോയിട്ട് ഇടപെട്ട് സംസാരിക്കുന്ന അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കേസിൽ കൊടുക്കുമെന്ന് പറയുന്നു കേട്ടോ. മല്ലികയ്ക്ക് പേടിയാവുന്നുണ്ട്. എന്തായാലും മല്ലികാക്കാൻ ആദ്യം പിടിച്ചിടണം, നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന രീതിയിൽ പറഞ്ഞിട്ട് ആപ്പി പോകുന്നുണ്ട് കേട്ടോ. അയ്യോ, എന്നെ ജയിലിൽ പിടിച്ചിടുക? അതവൾ വെറുതെ പറഞ്ഞതാണെന്ന് പറയുന്നു കേട്ടോ. പിന്നെയാണെങ്കിലോ രാഹുലും അഞ്ചും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അകത്ത് വന്നാൽ നല്ലൊരു ഗംഭീര ചായ ഇട്ട് തരാമെന്ന് പറയുന്നു. അത് വേണ്ട, ഗംഭീര ചായ നീ പറയണ്ട, ചായ എന്ന് മാത്രം പറഞ്ഞാൽ മതി. നീ എന്നോട് ഇനി ചായ കാപ്പി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വായോ എന്ന് പറയുന്നുണ്ട് കേട്ടോ രാഹുലിൻ്റെ അടുത്ത്. അതിനുശേഷം താൻ എന്തിനാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്? അകത്തേക്ക് സംസാരിക്കാമല്ലോ. വാതിൽ പോലും ലോക്ക് ചെയ്യാനായിട്ട് ആൻറ്റി സമ്മതിക്കില്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നിന്ന് സംസാരിച്ചാൽ ആൻറ്റി കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ ചൊറിഞ്ഞും കൊണ്ട് ഇങ്ങ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് പറയുന്നു. ആ സമയത്ത് വർഷ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. രാഹുലേട്ടൻ എന്തിനാ മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നത്? അകത്ത് വന്ന് സംസാരിച്ചൂടെ? അതിന് അവിടെ വന്നിട്ട് ആ വാതിലൊന്ന് അടയ്ക്കാൻ പോലും അഞ്ച് സമ്മതിക്കില്ല എന്ന് പറയുന്നു. ആ സമയത്ത് ഒന്ന് പിച്ചുന്നുണ്ട് കേട്ടോ രാഹുലിനെ. എന്തൊരു നഖമടി, എത്രയും പെട്ടെന്ന് നഖമൊക്കെ വെട്ടിക്കോ, എന്തൊരു കഷ്ടമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വിവേക് മോളെയും കൊണ്ട് നഴ്സറി സ്കൂളിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. 5:30 ആയല്ലോ, ഇപ്പോഴാണോ മോളെയും കൊണ്ട് വിവേക് വരുന്നത്? ഞാൻ 4 മണിക്ക് പോയതാണ്, പക്ഷേ എനിക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ മോളെയും കൊണ്ട് പോകണമായിരുന്നു, അതാണ്. അയ്യോ, എങ്കിൽ ഞാൻ പിക്ക് ചെയ്യുമായിരുന്നല്ലോ മോളെ. അതൊന്നും സാരില്ല, ഇപ്പോഴൊരു പാവം കുട്ടിയെ പോലെ അങ്ങ് ഇരുന്നോളൂ എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും അഞ്ച് പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് ആകുമ്പോഴത്തേനും ഞങ്ങൾ എന്തായാലും മാറി താമസിക്കാൻ പോകുന്നുണ്ട്, റെൻറ്റിനൊക്കെ വീട് ഏകദേശം ശരിയായിട്ടുണ്ടെന്ന് പറയുന്നു. അത് നല്ല കാര്യമാണല്ലോ. പക്ഷേ രാഹുലാണെങ്കിൽ ഒരു കാര്യം വസുന്ധരയെക്കുറിച്ച് അങ്ങ് പൊക്കി പറയാണ്. ആൻറ്റി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ജോലി പോലും കിട്ടില്ല. അന്ന് ആൻറ്റി പറഞ്ഞ ഓരോ കാര്യങ്ങൾ കണ്ടിട്ടാണ് ഞാൻ ആ വാശിപ്പുറത്ത് ജോലി തപ്പി ഇറങ്ങിയത്. അങ്ങനെ അത് കിട്ടി. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ റെൻറ്റിൻ്റെ ഒരു വീടും ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ സാധിച്ചു. എല്ലാം വിവേകിൻ്റെ മമ്മി കാരണമെന്ന് പറയുന്നു. വിവേകിന് അപ്പോൾ സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന വർഷയും അഞ്ചും ആകെ ഞെട്ടുന്നുണ്ട്. ഇപ്പോൾ പോലും വിവേകിൻ്റെ മമ്മിയെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് രാഹുൽ പറഞ്ഞു തന്നിട്ട് ഇപ്പോൾ മാറിയോ? അതിനുശേഷം വിവേക് ഞാൻ ഒന്ന് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു.
ഈ ആൾ കൊള്ളാലോ, എന്ത് വർത്താനമാണ് ഈ പറഞ്ഞത്, ഇത്ര നേരം ആൻറ്റിയെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് ഇപ്പോൾ ആൻറ്റിയെക്കുറിച്ച് നല്ലത് പറയാനോ, അത് വിവേകിന് ഒരു സമാധാനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്, മറ്റൊന്നല്ല എന്ന് പറയുന്നു കേട്ടോ. പിന്നെ ഈ വർഷയും വിവേകും കൂടി വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ ഇറങ്ങുകയാണ്. വിവേകിൻ്റെ കാല് വേദനിക്കുന്നു. എങ്ങോട്ടായി പോകുന്നത്? പോയി അടുത്ത പഞ്ചായത്തിൽ വരെ നമ്മൾ എത്താനായി എന്ന് പറയുന്നുണ്ട്. നമുക്ക് എവിടേക്കെങ്കിലും പോയാലോ, നാട് വിട്ട് പോയാലോ? എന്നാൽ ശരി, വിവേക് പോയിട്ട് കാർ എടുത്തുകൊണ്ട് വാ. മാത്രമല്ല നമ്മുടെ ആച്ചക്കുട്ടിയെ എടുത്തോ, നമ്മളെ കാണാതെ അവൾ വിഷമിച്ച് പോകും, അതുകൊണ്ടാണെന്ന് പറയുന്നു. തമാശയ്ക്കാണെങ്കിൽ താൻ പറഞ്ഞത് ഞാൻ സീരിയസ് ആയിട്ട് അങ്ങ് എടുക്കുവേ, നമുക്ക് വണ്ടിയിലങ്ങ് പോകാമെന്ന് പറയുന്നുണ്ട്. വിവേകിന് ഇപ്പോൾ എല്ലാം തോന്നുമെന്ന് പറയുന്നുണ്ട്. പിന്നെ വിവേകിന് വിഷമമായോ? ഞാൻ ആ സമയത്ത് വിവേകിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്ത് ശ്രീനാഥിനെ കുറിച്ചുള്ള ഓർമ്മ വന്നത് വിവേകിന് സങ്കടമായിട്ടുണ്ടാവും അല്ലേ. തൻ്റെ മനസ്സ് എനിക്കറിയാലോ, ആ മനസ്സൊന്നും ഇലഞ്ഞതാണ്, മറ്റൊന്നുമല്ല. കാരണം എനിക്കത് നല്ലോണം അറിയാം, അതുകൊണ്ട് താൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും വിവേകിനോട് ഇപ്പോൾ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇനിയെല്ലാം തന്നെ തുറന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുന്നു. അതാണല്ലോ എനിക്ക് വേണ്ടത്, തന്നെ ഒരുപാട് എനിക്കിഷ്ടമാണ്, നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് വരുന്നുണ്ട് വർഷയും വിവേകും കൂടി. അതിനുശേഷം തന്നെ ഇപ്പോൾ ഒരുപാട് ലേറ്റായി, എന്നാൽ ഞാൻ പൊക്കോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ താൻ പോകണോ എന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ ചെറിയൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് കാണുന്ന വസുന്ധര ഇതിപ്പോൾ ശരിയായ മട്ടത്തിലല്ല പോകുന്നത് മനസ്സിലാക്കി ഉള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇതൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് വിവേക് ഇപ്പോൾ ഇതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിവേകിനെ തള്ളി മാറ്റുന്നു. ഞാൻ എന്തായാലും അകത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് വർഷയും പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വസുന്ധരയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിലോ അമ്പലത്തിൽ പോയിട്ട് ധനപാലൻ പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. വസു ഇതാ പ്രസാദം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വസു എല്ലാവരുടെയും ചർച്ച നമ്മുടെ മോനെയും വർഷമോളെയും കുറിച്ചാണ്, അതിലൊരു പരിഹാരം ഉണ്ടാക്കണ്ടേ. എല്ലാവരും പറയുന്നത് അവരുടെ പോക്ക് അത്ര ശരിയല്ല എന്ന്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ പണിക്കരാണല്ലോ, അയാളെക്കുറിച്ച് നമ്മൾ ജാതകമൊക്കെ ഉറപ്പിച്ചു, എത്രയും പെട്ടെന്ന് വിവാഹം നടത്താനാണ് അവനും ആഗ്രഹിക്കുന്നത്. പിന്നെ മാത്രമല്ല അഭിമോള് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ, ഇത് കുറിച്ച് വീഡിയോ ഒക്കെ ആകെ വൈറലാകാനായിട്ട് പോകുന്നു എന്ന് പറയുന്നു. വസുന്ധരയാണെങ്കിലോ അത് ഞങ്ങൾ കണ്ടതാണെന്നും അവരുടെ വിവാഹം നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ ദാനം. അവരൊക്കെ പറഞ്ഞു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല, എല്ലാവരുടെയും സംസാരം ഒരേപോലെ തന്നെയല്ലേ, പിന്നെന്താ ചെയ്യേണ്ടത്, ചിലതൊക്കെ ഞാനും കണ്ടു എന്ന് പറയുന്നു. ഞാനൊന്നും കണ്ടില്ലല്ലോ, ധനബന്ധം മിണ്ടാണ്ടിരുന്നേ, കാരണം കുട്ടികളുടെ പോക്ക് അത്ര ശരിയല്ല, വിവാഹം നടന്നാൽ പിന്നെ അതിലൊരു തീരുമാനമാവുമല്ലോ, നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാമെന്നും വസുന്ധരയും ധനപാലനും കൂടി സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രീനാഥിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ആകെ ടെൻഷനിലാണ് അഭി. അഞ്ചു വന്നിട്ട് എന്താണോ താൻ ഈ കാണിച്ചത്, താൻ എന്താ വർഷയുടെ ഫ്രണ്ടോ അതോ അവളുടെ ഏറ്റവും വലിയ ശത്രു എന്തോടോ പറയുന്നത്, അവളുടെ ആ ഒരു വീഡിയോക്കൊക്കെ വൈറലാക്കാൻ വേണ്ടി താൻ കുറേ ശ്രമിക്കുന്നുണ്ടല്ലോ, എല്ലാവരും കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും അത്ര ശരിയായ കാര്യമാണോ അഭി എന്ന് ചോദിക്കുന്നുണ്ട്. താൻ എന്തായി പറയും, ഞാൻ എന്ത് കാണിച്ചു എന്നാണ്, മല്ലികാക്ക എൻ്റെ കയ്യിലൊരു ക്ലിപ്സ് ഉണ്ടെന്നോ എന്തൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫോൺ സെർച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു, അപ്പോഴാണ് കാര്യങ്ങൾ പറഞ്ഞത്, നീ പറഞ്ഞു കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരാണ് സാക്ഷി, അവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മല്ലികാക്ക അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും അബിക്കൊന്നും പറയാനും പറ്റുന്നില്ല. അബിക്ക് എങ്ങനെയെങ്കിലും ശ്രീയെ സ്വന്തമാക്കണം, അതിന് വേണ്ടിയിട്ട് ഇവരുടെ വിവാഹം പെട്ടെന്ന് നടത്തണം, അതിനെങ്ങനെ എത്ര വൃത്തികെട്ട രീതിയിലാണ് അവരെ ചിത്രീകരിക്കാൻ പറ്റുന്നു അങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കണം എന്ന് തന്നെയാണ് അബിയുടെ ആഗ്രഹം കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.